പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ ഞെട്ടലിലാണ്. കൊല്ലപ്പെട്ടവർ നമ്മുടെ രാജ്യക്കാരും കൊലപ്പെടുത്തിയവൻ തീവ്രവാദിയുമാണ്. മതം ചോദിച്ച് മാറ്റി നിർത്തിയ ശേഷം വെടിവെച്ചു എന്നൊക്കെ കേട്ടപ്പോ ആകെ ഉള്ളു പിടച്ചുപോയി. തീവ്രവാദത്തിന് മതത്തിന്റെ മുഖമില്ല, ഭീകരതയുടെ മുഖം മാത്രമേ ഉള്ളൂ. അകാരണമായി വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ മാനവകുലത്തെ മുഴുവൻ കൊലപ്പെടുത്തിയതിനു തുല്യമാണ്. വല്ലവനും ഒരാളുടെ ജീവൻ രക്ഷിച്ചാൽ അവൻ മുഴുവൻ മനുഷ്യരുടെയും ജീവൻ രക്ഷിച്ചതിന് തുല്യമാണെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. തീവ്രവാദികളുടെ മതം നോക്കിയോ കൊല്ലപ്പെട്ടവന്റെ മതം നോക്കിയോ ന്യായീകരിക്കപ്പെടരുത്. കുറ്റവാളിയെ രാജ്യം പിടികൂടണം. 27ഓളം വരുന്ന മനുഷ്യ ജീവനുകൾക്ക് അയാളിൽ നിന്ന് തന്നെ പകരം ചോദിക്കണം. ഭീകരാക്രമണത്തിന്റെ ഞെട്ടലിൽ നിൽക്കുന്ന രാജ്യത്തെ മുസ്ലിമീങ്ങളെ മതം പറഞ്ഞ് വേർതിരിച്ച് കുറ്റപ്പെടുത്തുന്ന സംഘ പ്രൊഫൈലുകളോടാണ് ഞങ്ങൾക്ക് കൊല്ലപ്പെട്ടത് ഞങ്ങളുടെ രാജ്യക്കാരായ സഹോദരന്മാരാണ്, കൊലയാളി ഭീകരവാദിയും. ഇന്നലെ ആക്രമണത്തിൽ പരിക്കേറ്റവരെ രക്ഷപ്പെടുത്താൻ മുന്നിൽ നിന്നത് കശ്മീരിലെ മുസ്ലിമീങ്ങളാണ്. സംഭവം നടക്കുമ്പോഴുള്ള ചില വീഡിയോ ദൃശ്യങ്ങളിൽ യഥാർത്ഥ മുസൽമാനെ നിങ്ങൾക്ക് കാണാനാവും. അല്ലാ അല്ലാ എന്ന് വിളിച്ച് സഞ്ചാരികൾ സുരക്ഷിതരാക്കാൻ ഓടിയെത്തിയ കശ്മീരിലെ മുസ്ലിമീങ്ങൾ. കൊല്ലപ്പെട്ട കർണാടക സ്വദേശിയുടെ ഭാര്യ പറഞ്ഞ വാക്കുകളും ശ്രദ്ധേയമാണ്. അവരെ സഹായിക്കാൻ ഓടിയെത്തിയവർ ബിസ്മില്ല ബിസ്മില്ല എന്ന് ചൊല്ലുന്നുണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഭീകരവാദത്തിന് മതമില്ല, മതത്തിൽ ഭീകരവാദവുമില്ല, ഭീകരവാദത്തിന് ന്യായീകരണവുമില്ല. മനഃപൂർവ്വം മതം പറഞ്ഞ് ആളുകളെ മാറ്റി നിർത്തി കൊലപ്പെടുത്തിയത് ഈ രാജ്യത്തെ ജനങ്ങളുടെ ഐക്യത്തെ തകർക്കാനാണ്. ഈ പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ ഗൂഢതന്ത്രം പുറത്തു വരേണ്ടതുണ്ട്. എന്തു തന്നെയായാലും നമ്മളെപ്പോഴും കൊല്ലപ്പെട്ട നിരപരാധികളോടൊപ്പമാണ്.